ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 4-ാം തീയതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്തോറും ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ എന്നും അതിനുവേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ കോൺഫിഡൻസിൽ നല്ല മാറ്റം ഉണ്ടാകും. ഇന്ന് മാർച്ച് 4, നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഓസ്കാർ 2025 അനൗൺസ്ഡ്. 2025 ഓസ്കാർ പ്രഖ്യാപിച്ചു. മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ്, മെയിൻ പേജ് ന്യൂസ് ആണ് ഓസ്കാർ പ്രഖ്യാപിച്ച കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? അനോറ എന്ന ചിത്രമാണ് 2025 ദ ബെസ്റ്റ് അവാർഡ്, ദ ബെസ്റ്റ് മൂവി എന്ന ആ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അനോറ എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ ആണ് സീൻ ബേക്കർ. എന്നാണ് ഓസ്കാർ ആരംഭിച്ചിട്ടുള്ളത്? 1929 മെയ് 16. 1929 മെയ് 16 ഓസ്കാർ ഇത് ആരംഭിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് അക്കാഡമി അവാർഡ്. ഈ പ്രാവശ്യം ഇത് 97ാമത്തെ അക്കാഡമി അവാർഡ് ആണ്. അതായത് ഓസ്കാറിന് രണ്ട് പേരിൽ അറിയപ്പെടുന്നു. ഒന്ന് ഓസ്കാർ എന്ന പേരിലും മറ്റൊന്ന് അക്കാഡമി അവാർഡ് എന്ന പേരിലും. ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന അവാർഡ് ആണ് ഓസ്കാർ. 2025 ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, മികച്ച എഡിറ്റിംഗ് എന്നിവ നേടിയത് ആരാണ്? സീൻ ബേക്കർ. അനോറ എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള സീൻ ബേക്കർ ആണ് ദ ബെസ്റ്റ് ഡയറക്ടർ, ദ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ദ ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന അവാർഡ് നേടിയിട്ടുള്ളത്. 2025 ഓസ്കാർ അവാർഡിൽ 5 അവാർഡുകൾ നേടിയ ചിത്രം ഏതാണ്? അനോറ എന്ന ചിത്രം ദ ബെസ്റ്റ് പിക്ചർ, ദ ബെസ്റ്റ് ആക്ട്രസ്, ദ ബെസ്റ്റ് ഡയറക്ടർ, ദ ബെസ്റ്റ് എഡിറ്റിംഗ്, ദ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്നീ 5 അവാർഡ് നേടിയിട്ടുള്ള ചിത്രമാണ് 97th ആനുവൽ അക്കാഡമി അവാർഡിലെ ചിത്രമായിട്ടുള്ള അനോറ. ദ ബെസ്റ്റ് പിക്ചർ, ദ ബെസ്റ്റ് ആക്ട്രസ്, ദ ബെസ്റ്റ് ഡയറക്ടർ, ദ ബെസ്റ്റ് എഡിറ്റിംഗ്, ദ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ. 2025 മാർച്ച് 2 97ാമത് അക്കാഡമി അവാർഡുകൾ എവിടെയാണ് നടന്നത്? ലോസ് ഏഞ്ചലസിലെ ഡോൾബി തിയേറ്റർ. ഈ കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു, അതായത് മാർച്ച് 2-ാം തീയതിയാണ് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചത്. ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് ലോസ് ഏഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലാണ്. 97ാമത് അക്കാഡമി അവാർഡുകളിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? ആൻഡ്രിൻ ബ്രോഡി. ഫിലിം ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ഫിലിം അഭിനയിച്ചിട്ടുള്ള ആൻഡ്രിൻ ബ്രോഡിക്കാണ് ദ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് നേടിയിട്ടുള്ളത്. 97ാമത് അക്കാഡമി അവാർഡുകളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? മൈക്കെ മാഡിസൺ. ഫിലിം അനോറ. മൈക്കെ മാഡിസൺ എന്ന ആക്ട്രസിനാണ് ഫിലിം അനോറയിൽ അഭിനയിച്ചതിനാണ് ദ ബെസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് നേടിയിട്ടുള്ളത്. ദ ബെസ്റ്റ് ഫിലിം അനോറ, ദ ബെസ്റ്റ് ആക്ടർ ആഡ്രിൻ ബ്രോഡി, ദ ബെസ്റ്റ് ആക്ട്രസ് മൈക്കെ മാഡിസൺ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കൃഷ്ണ ജയശങ്കർ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ക്രോസ് 16 മീറ്റർ ഇൻ ഇൻഡോർ ഷോട്ട്പുട്ട്. ഇൻഡോർ ഷോട്ട്പുട്ടിൽ 16 മീറ്റർ താണ്ടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൃഷ്ണ ജയശങ്കർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 1 വനിതകളുടെ ഷോട്ട്പുട്ടിൽ 16.03 മീറ്റർ എറിഞ്ഞ് ഇൻഡോർ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? കൃഷ്ണ ജയശങ്കർ. ഷോട്ട്പുട്ടിൽ ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. ഷോട്ട്പുട്ടിൽ ഇൻഡോറിലാണ് കൃഷ്ണ ജയശങ്കർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് എറിഞ്ഞ്, അതായത് 16.03 മീറ്റർ എറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ളത്. കൃഷ്ണ ജയശങ്കർ തമിഴ്നാട് സ്വദേശിയാണ്. 16.03 മീറ്റർ എറിഞ്ഞ കൃഷ്ണ ജയശങ്കർ എവിടെയാണ് പുതിയ ഇൻഡോർ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത്? ആൽബുക്കർക്ക്, യുഎസ്എയിലെ ആൽബുക്കറിൽ നടക്കുന്ന ട്രാക്ക് ആൻഡ് ഫീൽഡ് കോമ്പറ്റീഷനിലാണ് കൃഷ്ണ ജയശങ്കർ 16.03 മീറ്റർ എറിഞ്ഞുകൊണ്ട് നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഷോട്ട്പുട്ടിലെ ഇൻഡോർ എന്ന ഇനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന 16.03 മീറ്റർ എറിഞ്ഞ് റെക്കോർഡ് തകർത്തിട്ടുള്ള തമിഴ്നാട് സ്വദേശിയാണ് കൃഷ്ണ ജയശങ്കർ. 2025 മാർച്ച് 1 വനിതകളുടെ ഷോട്ട്പുട്ടിൽ 16.03 മീറ്റർ എറിഞ്ഞ കൃഷ്ണ ജയശങ്കർ ആരുടെ ദേശീയ റെക്കോർഡ് തകർത്തു? 2023 15.54 മീറ്ററുമായി
പൂർണ്ണറാവു റാണെ. പൂർണ്ണറാവു റാണയുടെ 15.54 മീറ്റർ എന്ന റെക്കോർഡ് ആണ് കൃഷ്ണ ജയശങ്കർ തകർത്തിട്ടുള്ളത്. 2023 പൂർണ്ണറാവു റാണെ ആണ് 15.54 മീറ്റർ എറിഞ്ഞ അന്നത് നാഷണൽ റെക്കോർഡ് ആയിരുന്നു. എന്നാൽ അത് ബ്രേക്ക് ആയി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ ഗോസ് ഓൺ എ സഫാരി ഇൻ ഗീർ, ഗുജറാത്ത്. പ്രധാനമന്ത്രി ഗുജറാത്തിലെ ഗീറിൽ ഒരു സഫാരിയിൽ പങ്കെടുത്തു. ഗീർ ഫോറസ്റ്റ് എവിടെയാണെന്നും അവിടെ എന്ത് മൃഗമാണെന്നും നമുക്കറിയാം. എന്നാൽ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് ഒന്ന് പോകാം. 2025 മാർച്ച് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗീർ വനത്തിൽ സഫാരി നടത്തിയത് ഏത് അവസരത്തിലാണ്? ലോക വന്യജീവി ദിനം, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് 3, അതായത് ഇന്നലെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഗീർ ഫോറസ്റ്റിൽ ഒരു സഫാരി നടത്തിയത്. അത് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിനമാണ്. ഇന്നലെയാണ് നടത്തിയിട്ടുള്ളത്. ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ് ഏതുതരം സിംഹത്തിന് പേരിട്ടതാണ്? മഹത്തായ ഏഷ്യാറ്റിക് സിംഹം, ദ മെജസ്റ്റിക് ഏഷ്യാറ്റിക് ലയൺ എന്നറിയപ്പെടുന്ന ഏഷ്യാറ്റിക് ലയൺ ആണ് ഗീർ വനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. 2025 ഏത് മാസത്തിലാണ് 16ാമത് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുക? 2025 മെയ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ച ഒന്ന്, അതായത് ഏഷ്യാറ്റിക് സിംഹത്തിന്റെ സെൻസസ് ആരംഭിക്കുമെന്നും അത് 16ാമത്തെ സെൻസസ് ആയിരിക്കുള്ളൂ. അതായത് 2025 മെയിലായിരിക്കുള്ളൂ 16ാമത്തെ ഏഷ്യാറ്റിക് സിംഹത്തിന്റെ സെൻസസ്. എവിടെയാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ആയി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. ഇത് ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡോക്ടർ മയങ്ക് ശർമ്മ, ന്യൂ കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്. ഡോക്ടർ മായങ്ക് ശങ്കർ പുതിയ കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ്. പുതിയ നിയമനമാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് CGDA ആയി അടുത്തിടെ നിയമിതനായത് ആരാണ്? ഡോക്ടർ മായങ്ക് ശർമ്മ. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പ് ലെവലിലെ പോസ്റ്റ് ആണ് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് CGDA. CGDAയുടെ കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് ആയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ മായങ്ക് ശർമ്മയെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് പ്രവർത്തിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ് കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് CGDA. CGDAയുടെ ഇപ്പോഴത്തെ കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് ആണ് ഡോക്ടർ മായങ്ക് ശർമ്മ. ഡിഫൻസ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ആരാണ്? CGDA, അതായത് കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന, അതായത് ഡിഫൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് എല്ലാം നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു ഹെഡ് ആണ് ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, DAD എന്നറിയപ്പെടുന്ന ഈ ഓർഗനൈസേഷന്റെ മെയിൻ ഹെഡ് എന്ന് പറയുമ്പോൾ അത് കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് ആണ്. അതിന്റെ ഇപ്പോഴത്തെ CGDA ആണ് ഡോക്ടർ മായങ്ക് ശർമ്മ. ഇന്ത്യയിലെ നിലവിലെ കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആരാണ്? SS ദുബെ. ഇന്ത്യയിലെ നിലവിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA ആണ് SS ദുബെ. CGA വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ്. എന്നാൽ CGDA, അതായത് കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ്. ഡിഫൻസ് ആയി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള CGDA, അതായത് DADയുടെ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരികയും, എന്നാൽ ഇന്ത്യയിലെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് അക്കൗണ്ട്സ് ആയി ബന്ധപ്പെട്ട കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ഇതിന്റെ മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇപ്പോഴത്തെ കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA ആണ് SS ദുബെ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ജയ്ഷ ഹോണർഡ് വിത്ത് ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് അറ്റ് ഫില 2025. ഫില 2025 ജയ്ഷയ്ക്ക് ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചു. ജയ്ഷ നമുക്കറിയാം ആരാണെന്ന്. BCCIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജയ്ഷ ഇപ്പോൾ ICCയുടെ ചെയർമാൻ ആണ്. ഫില 2025 അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫില 2025ന്റെ 14ാമത് പതിപ്പിൽ അഭിമാനകരമായ ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് നേടിയത് ആരാണ്? ജയ്ഷ. ഫില എന്നാൽ ഫോബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡാണ്. ഫില ഫോബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡിലെ ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ജയ്ഷ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ ആരാണ്? ജയ്ഷ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷായുടെ മകൻ ആണ് ജയ്ഷ. ജയ്ഷയാണ് ഇപ്പോഴത്തെ ICCയുടെ ചെയർമാൻ. അദ്ദേഹത്തിനാണ് ഫില 2025യുടെ
ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.